പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗെയിമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനുമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ തന്നെ കോസ്റ്റ് ഷെയറിംഗ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന അവസാനഘട്ട അലോട്ട്മെൻറ്റ് കൂടിയാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന വേക്കൻസികൾ എഞ്ചിനീയറിംഗിൽ അതിനുശേഷം വരുന്ന വേക്കൻസികൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും നികത്താനായിട്ട് പോകുന്നത്. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും കാൻഡിഡേറ്റ്സിനെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ഫാർമസിക്കാർക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പുതുതായിട്ട് 2 കോഴ്സുകൾ കൂടി 2 കോളേജുകളിൽ നിന്നായിട്ട് 2 കോഴ്സ് കൂടി ആഡപ്പ് ആയിട്ടുണ്ട്. ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം, അതായത് വീഡിയോയുടെ അവസാനം പറയാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന 26-ാം തീയതി രാത്രി 11:59 വരെയാണ്. അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഇനി ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു ഫീസ് ഉണ്ട്. 2000 രൂപയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്കാകുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇനി SC ST അതുപോലെ തന്നെ OEC അതുപോലെ തന്നെ ശ്രീചിത്ര ജുവനൈൽ അതുപോലെ തന്നെ നിർഭയ ഹോമിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപ അടച്ചാൽ മതി. ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അടയ്ക്കുന്ന ഈ ഒരു 2000 രൂപ അടയ്ക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു 2000 രൂപ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോളേജിലെ ട്യൂഷൻ ഫീസിൻ്റെ ഇനത്തിലേക്ക് വകയിരുത്തപ്പെടും. അതായത് 2000 രൂപ നിങ്ങൾ കുറച്ചടച്ചാൽ മതി. ഇനി പറയാനുള്ള ശ്രീചിത്ര ഹോമിലൊക്കെ സ്റ്റുഡൻസ് 500 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഫീസ് 500 രൂപ എന്ന് പറയുന്നത് കോഷൻ ഡെപ്പോസിറ്റിൻ്റെ ഇനത്തിലേക്കായിരിക്കും വകയിരുത്തപ്പെടുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2000 രൂപ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അടച്ചു, പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസ CE നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ആർക്കിടെക്ചറുകാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈമും ആയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ഓപ്ഷൻ കൺഫർമേഷൻ മാത്രമല്ല നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫേം ചെയ്യാം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുമുള്ള ഫെസിലിറ്റി CEയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ആർക്കിടെക്ചറുകാർക്കുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന 26-ാം തീയതി രാത്രി 11:59 വരെയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആർക്കിടെക്ചറുകാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോളേജ് ലഭിച്ചു, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോളേജ് ലഭിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ ഒരു അഡ്മിഷൻ നിലനിൽക്കും. ഇനി ഓപ്ഷൻ കൺഫർമേഷനൊക്കെ കൊടുത്ത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ, അത് എഞ്ചിനീയറിംഗ് ഫാർമസി അതുപോലെ തന്നെ ആർക്കിടെക്ചറുകാർ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ നിശ്ചിത സമയത്തിനകം ആ ഒരു കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് റദ്ദാവുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ ഓപ്ഷനിലുള്ള ഹയർ ഓപ്ഷൻസും റദ്ദാവുന്നതായിരിക്കും. അത് ഒരു സീരിയസ് കൺസേൺ ആണ്, നിങ്ങളതൊന്ന് ആലോചിച്ചോളുക. ഇനി നെക്സ്റ്റ് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണത്തെക്കുറിച്ചാണ്. അതായത് എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെയും താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ വരുന്ന 28-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റിന് ശേഷം പിറ്റേ ദിവസം 29-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റും CEയുടെ വെബ്സൈറ്റിലും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലും ലഭ്യമാകുന്നതായിരിക്കും. ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 അഡീഷണൽ കോഴ്സുകളും കൂടി ഈ ഒരു ഘട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ TKM-ലാണ് ഒന്നാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ TKM-ലാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. 60 സീറ്റുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ചെറുവണ്ടൂർ കോട്ടയത്തും വന്നിട്ടുണ്ട്. അത് ഫാർമസിക്ക് വേണ്ടിയിട്ടാണ്, BPharm-ന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനും 60 സീറ്റ്സ് അവൈലബിൾ ആണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. തുടർന്നും നമ്മുടെ ചാനൽസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.